നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഗോപന് ഹൃദയവാൽവിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാലിൽ പ്രമേഹത്തെ തുടർന്ന് 2 മുറിവുകൾ കണ്ടെത്തി. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂവെന്നും റിപ്പോർട്ടിലുണ്ട്. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവികമായി മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയിട്ടില്ല. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട്. ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ്. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മരണകാരണമായോ എന്ന് പറയാൻ സാധിക്കുകയില്ല. ദീർഘനാളായി കിടപ്പിലായിരുന്നു ഗോപൻ. ഇതിൻ്റെ ഭാഗമായ ചെറിയ മുറിവുകളും കരിവാളിപ്പും ശരീരത്തിലുണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പ്രാഥമിക റിപ്പോർട്ടിൽ തെളിവ് കണ്ടെത്തിയിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കിട്ടിയാലേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ സമയമെടുക്കും. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനുശേഷമാകും വരിക. നിലവിലെ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപന്റെ ബന്ധുക്കളെ അടുത്ത ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.